ഞങ്ങളിപ്പോൾ 2-3 സ്ഥലത്ത് പോയി, ഒരിടത്തില്ല. പിന്നെ ഇപ്പോൾ തേക്കട പോയാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് 7 കിലോമീറ്ററോളം ഉണ്ട്. വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. ഇവിടെ പൈപ്പ് ലൈൻ പോലും ഇല്ല ഈ റൂട്ട്. 4 മാസമായി മതപുരത്തുകാരുടെ ദിനചര്യയാണ് വെള്ളത്തിനായുള്ള ഈ ദുരിതയാത്ര. ഇത്ര രൂക്ഷമായ വരൾച്ച ഇതാദ്യമാണ്. മുൻപൊരിക്കൽ പോലും വറ്റിയിട്ടില്ലാത്ത മതപുരത്തെ കിണറുകളും തോടുകളുമെല്ലാം ഇപ്പോൾ ശൂന്യം. ഇതുവരെ വറ്റിയിട്ടില്ലാത്ത, ഇനി ഒരിക്കലും വറ്റില്ലെന്ന് നാട്ടുകാർ വിശ്വസിച്ചിരുന്ന നീരോടിപ്പൊയ്ക കുതിച്ചു വാഞ്ഞിരുന്ന ഇടമാണിത്. ഇവിടെ ഇപ്പോൾ വെള്ളം തീരെയില്ല. വെള്ളം പലായനം ചെയ്ത ഇടത്തു നിന്ന് നാട്ടുകാരും പലായനം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എൻ്റെ കിണറ്റിലും വെള്ളമില്ല. ഞാൻ മഞ്ചാടിമുട്ടിലാണ് ഇപ്പം താമസിക്കുന്നത്. ഈ 4 മാസമായിട്ട് പല ആളുകൾ പല മാറി വാടകയ്ക്കൊക്കെ താമസിക്കുന്നത്. ക്വാറിക്കമ്പരികൾ വിരട്ടി ഓടിച്ചതാണ് ഇവിടത്തെ ഉറവകളെ. ഞങ്ങളുടെ നാട്ടിൽ ഈ വെള്ളത്തിന് ക്ഷാമം വന്നിട്ടില്ല. ഈ 5 വർഷമായി പാറ പൊട്ടിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ജലക്ഷാമം ഉണ്ടായത്. അത് ഈ വർഷം ഏറ്റവും കൂടുതലായി. 500-ലധികം കുടുംബങ്ങളുള്ള ഇവിടേക്ക് കുടിവെള്ളം എത്തിക്കാൻ പഞ്ചായത്തും മെനക്കെട്ടില്ല. ഈ 4 മാസത്തിനിടെ ടാങ്കറിൽ വെള്ളം എത്തിച്ചത് ഒരിക്കൽ മാത്രം. ഇനി കാലവർഷം വരണം ഇവരുടെ ദുരിതത്തിന് അറുതിയാകാൻ. ജയ്സൽ ബാബുവിനൊപ്പം ജെ മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം.